ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ഫീച്ചറിനെ കുറിച്ചും അതുപോലെ നമുക്ക് യൂട്യൂബ് ഇവൻ്റ് എല്ലാം വരികയാണെങ്കിൽ ഇതിലെങ്ങനെയെല്ലാമാണ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം നേടിയെടുക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ പോസ്റ്റ് എന്നതിൽ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ക്യൂസ് ഓപ്ഷൻ, അതായത് നമ്മൾ സാധാരണ ഇവിടെ എന്തെങ്കിലും ഒരു ചോദ്യമെല്ലാം ചോദിച്ച് ഇതിൽ കുറച്ച് ആൻസേഴ്സ് എല്ലാം കൊടുക്കാറുണ്ട്. അതിൽ കറക്റ്റായ ഒരു ആൻസർ എല്ലാം നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കും. അതിനാൽ തന്നെ ആരെങ്കിലും ഈ ക്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് അവർക്ക് ഇത് കറക്റ്റായി ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം ചെക്ക് ചെയ്യാനെല്ലാം സാധിക്കും. നേരത്തെ നമ്മൾ ഈ ഒരു ആൻസർ ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു കാര്യമെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ ഓപ്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഓപ്ഷൻ കൊടുത്തതിനടുത്തായി തന്നെ നമുക്ക് ഇമേജ് കൂടി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ക്യൂസ് എല്ലാം ആഡ് ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് ഇമേജ് എല്ലാം കൊടുക്കണമെങ്കിൽ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്യാലറിയിലേക്കാണ് ഇത് പോകുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും നമുക്ക് വേണ്ട ഇമേജ് എല്ലാം സെലക്ട് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായ ഇമേജ് എല്ലാം സെറ്റ് ചെയ്തു തന്നെ ഇത്തരത്തിൽ ഈ ക്യൂസ് എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായെല്ലാം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യമെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പോസ്റ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് കൊണ്ടുവരാനും അതുവഴി നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സർവേ ലിങ്ക് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഹെൽപ്പ് ടു ബിൽഡ് എ ബെറ്റർ യൂട്യൂബ് ഫോർ ക്രിയേറ്റേഴ്സ് എന്നതാണ്. അപ്പോൾ ഈ ഒരു സർവേ എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഇത്തരത്തിലൊരു സർവേ മെയിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണിക്കുന്നത് ഹെൽപ്പ് ടു ബിൽഡ് എ ബെറ്റർ യൂട്യൂബ് ഫോർ ക്രിയേറ്റേഴ്സ് എന്നതാണ്. അതിനുശേഷം നമ്മൾ ഇത് പോകുമ്പോൾ ഈ ഒരു കാര്യമെല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ലാസ്റ്റ് നെയിം, അതായത് നമ്മുടെ ഫാമിലി നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം, അതിനു താഴെയായി വാട്ട് ഈസ് യുവർ ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനു താഴെയായി നമ്മുടെ ഫോൺ നമ്പർ എല്ലാം ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോൺടാക്ട്സ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വാട്ട്സ് യുവർ ബർത്ത്ഡേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മന്ത്, ഡേറ്റ്, അതുപോലെ ഇയർ, ഇങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റായി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്ന് അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ വാട്ട് സിറ്റി ഡു യു ലിവ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റി നെയിം ഇപ്പോൾ പാലക്കാട് അല്ലെങ്കിൽ കൊച്ചിൻ, ട്രിവാൻഡ്രം, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് ഇത് കറക്റ്റായി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വാട്ട് ഈസ് യുവർ പോസ്റ്റൽ കോഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിൻ കോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് താഴെയായി നമ്മുടെ ജെൻഡർ ഡീറ്റെയിൽ എല്ലാമാണ് ചോദിക്കുന്നത്. മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, അതുമല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ കറക്റ്റായ ജെൻഡർ ഏതാണ് ഇത് കറക്റ്റായി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സർവേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ഇവിടെ കംഫർട്ടബിൾ, നമ്മൾ സംസാരിക്കുന്നതിന് ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം അറിയുമെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ കംഫർട്ടബിളായ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇനി ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നത്, വിച്ച് അസിസ്റ്റീവ് ടെക്നോളജി ഡു യു യൂസ് ഓൺ എ ഡെയിലി ഓർ നിയർ ഡെയിലി ബേസിസ് എന്നെല്ലാമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്, അതായത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ടെക്നോളജി ഇവിടെ വന്നിരിക്കുന്ന ഈ ഓപ്ഷനിൽ നിന്നും നിങ്ങൾ ഏതെല്ലാമാണോ കറക്റ്റായി യൂസ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഐ എഗ്രി എന്ന ഈ ഒരു കാര്യം നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് അതിന് താഴെ വന്നിരിക്കുന്ന ഇത് കൂടി നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഓഫൺ ഡു യു പബ്ലിഷ് ഓർ അപ്ലോഡ് കണ്ടൻറ്റ് എന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പാറ്റേൺ, ഇപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി എന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് എ വീക്ക്, ഒരു വീക്കിൽ പല തവണയായി എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്, അതായത് ഒരാഴ്ചയിൽ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്യാം. ഇനി അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത്, അതായത് മാസത്തിൽ ഒരിക്കൽ ഒരു വീഡിയോ എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്യാം.
ഇനി മാസത്തിൽ ഒരു വീഡിയോ പോലും ചെയ്യാത്തവർക്ക് അവർക്ക് ഈ മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാട്ട്സ് ദി നെയിം ഓഫ് യുവർ മെയിൻ യൂട്യൂബ് ചാനൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനലെല്ലാം ഉണ്ട് എന്ന് കരുതുക. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ചാനലെല്ലാം ഉണ്ടെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങളുടെ മെയിൻ യൂട്യൂബ് ചാനൽ, ആ ഒരു ചാനൽ നെയിം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ URL ആണ് താഴത്ത് ചോദിക്കുന്നത്. നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലിൻ്റെ ഇതിൻ്റെ ലിങ്ക് കൂടി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് കാറ്റഗറി ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി കണ്ടൻറ് ഓഫ് യുവർ മെയിൻ ചാനൽ എന്നതാണ്. നമ്മുടെ മെയിൻ ചാനൽ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഫുഡ്, ഗെയിമിംഗ്, ലൈഫ് സ്റ്റൈൽ, മ്യൂസിക്, ന്യൂസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കാറ്റഗറി ഏതാണ്, നമ്മൾ ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റിൻ്റെ കാറ്റഗറി അനുസരിച്ചുള്ള ഇത്തരത്തിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമ്മുടെ ചാനലിൽ എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിലവിലുണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാറ്റഗറിയിൽ നിന്നും ഏതാണ് നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സബ്സ്ക്രൈബറുടെ കൗണ്ട്, അത് കറക്റ്റായി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സർവേ എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും. അതുപോലെ വി താങ്ക് യു ഫോർ യുവർ ടൈം സ്പെൻഡ് ടേക്കിംഗ് ദി സർവേ, യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. 100% ഈ ഒരു സർവേ എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സർവേ എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന് താഴത്തായി ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കാം. വെൻ ഓപ്പർച്യൂണിറ്റീസ് കം അപ്പ് വി വിൽ ഇൻവൈറ്റ് യു ടു പാർട്ടിസിപ്പേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂട്യൂബിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനുള്ള ഇൻവിറ്റേഷൻ, അതായത് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ എല്ലാം അയക്കുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ആക്റ്റീവായി ഇതുപോലെ യൂട്യൂബിലുള്ള കാര്യങ്ങളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ചാനലിന് ഏറെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതുപോലെ ഈ സർവേ എല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഈ ഒരു സർവേ വഴിയെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കൂടി ഈ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്